ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സാനുമോൾക്ക് ലീവ് തുടങ്ങിയതിന് ശേഷം, അതായത് സ്പ്രിംഗ് ബ്രേക്ക് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ എങ്ങോട്ടും പുറത്തൊന്നും പോയില്ല. ഇപ്പോൾ ഇത് സ്കൂൾ തുറക്കാറായി. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വെയിൽ സമ്മർ തുടങ്ങണേറ്റ് മുന്നേ സാനുമോളെയും കൊണ്ട് എങ്ങടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വൺ ഡേ ഒരു ഹോളിഡേ പോലെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് റാസൽ കൈമയിലുള്ള ലോങ് ബീച്ച് ക്യാമ്പ് ഗ്രൗണ്ട് ഒരു സ്ഥലത്താണ്. ചെറിയൊരു റിസോർട്ടാണ്, ഒരു ബീച്ച് റിസോർട്ട് പോലെ ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ടെൻറ്റുകളിലാണ്. അപ്പോൾ പല സൈസിലുള്ള പല മോഡലിലുള്ള ടെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ എത്ര പേരുണ്ട്, നമ്മുടെ ഫാമിലി സൈസിനനുസരിച്ച് നമുക്ക് ടെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഈ ബാർബിക്യൂനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടെൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാറുണ്ടല്ലോ, അതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷെ നമ്മൾ അവിടെ ഓൾറെഡി ടെൻറ്റ് എല്ലാം അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞങ്ങളിപ്പോൾ സെലക്ട് ചെയ്തൊരു ഡീലക്സ് ടെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഈ ഒരു റിസോർട്ടിൽ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ പോട്ടറി, ചെറിയ ചെറിയ പോട്ട് ഉണ്ടാക്കാൻ അവർ കാണിച്ചു തരും, പഠിപ്പിച്ചു തരും. അതേപോലെ ആർച്ചറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ആ സമയമാകുമ്പോഴേക്കും ആർച്ചറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഗെയിംസ്, ബില്ലിയാർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സാനുമോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു പോട്ടറി, ഈ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ സാനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവരവിടെ വെക്കും. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് തരികയും ചെയ്യും. പിന്നെ ചെറിയൊരു ഇതുപോലെ ഒരു പെറ്റിംഗ് സൂ പോലെ ഒരു സ്ഥലമുണ്ട്. കുറച്ച് ആനിമൽസും ഉണ്ട്. കുറച്ച് ഒരു 2-3 ആട്, ഒരു ഡോങ്കി, പിന്നെ കുറച്ച് ടർക്കി കോഴികൾ, പീക്കോക്ക്, റാബിറ്റ്, ഹാംസ്റ്റർ, അങ്ങനത്തെ കുറേ ആനിമൽസും പിന്നെ ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ വൈകുന്നേരം ആയി. ഇപ്പോൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കളിച്ച് സാധനങ്ങൾ കുറേ ഷെല്ലൊക്കെ പറക്കി. ഇപ്പോൾ ഇത് സൺസെറ്റ് ഇവിടെ, കാരണം ഞങ്ങളുടെ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ബീച്ച് ഫേസിങ് ആണ്. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക, ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ്. ഇപ്പോൾ ദുബായിനേക്കാളും റാസൽ കൈമയിൽ കുറച്ചൊരു ടെമ്പറേച്ചർ കുറച്ച് കുറവല്ലേ. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ അങ്ങനെ ആവുന്നുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ല രസമുള്ളൊരു ദിവസം, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ രാത്രി ആയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത്. കാരണം ഫുള്ളായിട്ട് ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ലൈറ്റ് കാണുന്ന ആ ഭാഗം തന്നെ ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കിയാൽ രാത്രി നേരത്തെ ആ ബീച്ചിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അവിടെ ബാർബിക്യൂ ഡിന്നർ ഒക്കെ ഉണ്ടായിരുന്നു. പ്ലസ് ചെറിയൊരു മ്യൂസിക്കും അതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം അതിന് കുറച്ച് മുന്നേ ആണ് ഒരു മൂവി ഒക്കെ, അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന മൂവിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ പറ്റിയില്ല. കാരണം സാനുമോൾ ആ സമയത്ത് ബീച്ചിലൊക്കെ കളിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ഡിന്നർ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതിപ്പോൾ തിരിച്ച് ഇതിൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല ബീച്ചിൻ്റെ സൈഡായ കാരണം നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 14 ഡിഗ്രിയാണ് കാണിച്ചത്. ഇനി രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടിയും ടെമ്പറേച്ചർ കുറയും എന്നാണ് പറയണത്. ഇപ്പോൾ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ റാസൽ കൈമയിൽ 5 ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ രാവിലെ. അപ്പോൾ നാളെ രാവിലെ എങ്ങനെയാണെന്നറിയില്ല. ഏതായാലും ഇപ്പോൾ നല്ല ഉറക്കമുണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ. കാരണം ഭയങ്കര ടയേർഡായിരുന്നു. മൊത്തം കറങ്ങിയിട്ട്. ഇത് ഞങ്ങളുടെ ടെൻറ്റാണ് ഇത്. അതെ, ഞാൻ എൻ്റെ ഉള്ളിലൊക്കെ കണ്ടു എല്ലാവരും കണ്ടു, എൻ്റെ ഉള്ളിൽ കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ടെൻറ്റാണ്. കാരണം ഒരു എന്താ പറയുക, ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം.
ഞാൻ കാണിച്ചതല്ലേ ലൈറ്റ് കുറവാ. ചെറിയ ഈ ഇത്തിരി പോകുന്ന ഈ ചെറിയ ഈ വിളക്ക് പോലത്തെ ലൈറ്റാണ് ഉള്ളത്. ഏതായാലും ഞാൻ കാണിച്ചതെന്നല്ല, അത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ, എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം, സൺറൈസ് കാണാം. സൺറൈസ് കാണാമെന്ന് പറഞ്ഞ് എണീറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് സൺറൈസ് വരിക. അപ്പോൾ എന്നാലും ഞാൻ ഒരു റൗണ്ട് രാവിലെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് നടന്നിട്ട് വന്നു. സാനുമോളെയും കൊണ്ട് ഒന്ന് ആ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് മൊത്തത്തിലൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഒരു ആഫ്രിക്കൻ ഗ്രേ ഉണ്ട്. ഇതിപ്പോൾ 10 മണിക്കേ തുറക്കുള്ളൂ. അവിടെ ഒരു ആഫ്രിക്കൻ ഗ്രേ ഉണ്ട് അവിടെ. അതെന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറയണതൊക്കെ കേൾക്കാം. വിസിലടിക്കും. നമുക്കൊരു 10 മണിയാകുമ്പോൾ പോയിട്ട് വരാം. ആ ആഫ്രിക്കൻ ഗ്രേ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കണത് കേക്കാണ്ട് പോണ്ട. ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ പോവാൻ പറ്റില്ല, ഒരു ഇത്തിരി കൂടി കഴിഞ്ഞിട്ടാണ്. ഇവിടെയും താഴെയും കുറെ ടെന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതേ പോവാ, നേരെ പോവാ. ഇവിടെയും കുറെ ടെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ആ ബീച്ചിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് 10 മണിയായി. അപ്പോൾ മെല്ലെ റെഡി ആയിട്ട് 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ 1 to 10 1 to 20 ഷോപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ കുറേ കടകളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അത് എങ്ങനെയാണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ മൂഡിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വേഗം റെഡി ആയിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ. വേണ്ട നീ കൊടുത്തോ. അപ്പോൾ ചെക്കൗട്ട് ചെയ്യണേറ്റ് മുന്നേ ഒന്നുകൂടി സാധനങ്ങൾക്ക് ഈ പെറ്റിംഗ് സൂവിൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് പോയി ഒന്നുകൂടി ആഫ്രിക്കൻ ഗ്രേനെയും ബാക്കി എല്ലാ അനിമൽസിനെയും കാണണമെന്ന് പറഞ്ഞ കാരണം അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ചെറിയൊരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് പോവാം. അവിടെ മുട്ട് കുത്തി നിൽക്കല്ലേ, ആ വൈറ്റ് പാൻറ്റൊക്കെ ചളിയാവും. ആ ഗോട്ടിന് കൊടുത്തുവോ? അതിന് കൊടുത്തു നോക്കുന്നല്ലേ? ഇതാ ഇതിനും കൊടുക്ക്. ഇതാ വന്ന് നിക്കണു. താഴെ ഉള്ളത് അവിടെ ഇട്ടിട്ട് കൊടുക്ക്. കൊടുക്ക്. ആ അയ്യോ, രണ്ടാളും കൂടി അടി കൂടണു. ഇനി മറ്റേ കയ്യിലുള്ളത് കൊടുക്ക്. അവരൊക്കെ ഒരേ ഫാമിലിയാ, കൊടുത്തോ, സാരില്ല.
നോക്കി അത് ഇത് കാർണിവോർ അല്ല, അതിന്റെ പല്ല് കണ്ടോ? സോറി കാർണിവോർ അല്ല, സോറി ഹെർബിവോർ. ഹെർബിവോർ. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ റിസപ്ഷനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെട്ടി തിങ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ബഗ്ഗി വന്നു. അപ്പോൾ ആ ബഗ്ഗിയിൽ കയറി ബഗ്ഗിയിലത്തെ ആൾ പറഞ്ഞു ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ചൊന്ന് കാണിച്ചു എന്നിട്ട് നേരെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് കറങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇന്നലെ രാത്രി ഡിന്നറിന് മുന്നേ മൂവി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം മൂവി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. അവിടെ കാണുന്നത് നേരെ ബീച്ച് ഫേസിങ് ആയിട്ട് ഒരു ഓപ്പൺ എയർ തിയേറ്റർ. അവിടെ കുറേ ബീൻ ബാഗൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് നമുക്ക് മൂവി കാണാൻ പറ്റും. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണിത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ ഒരു വണ്ടിയിൽ 2 ഹോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 കുതിരേനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന കാരണം എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു വ്യത്യാസമായിട്ട് തോന്നി. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഒരു ഹോഴ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാന്ന്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 1 to 10 ഷോപ്പിൽ കയറി ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇനി പിന്നെ ഒരു ദിവസം വന്നിട്ട് നിനക്ക് പറക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പിന്നെ പറക്കിക്കോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇപ്പോൾ വീട്ടിൽ പോകാൻ സമ്മതിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.